നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പുതിയ തലമുറയുടെ പല അസുഖങ്ങളുടെയും പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് കാരണമെന്ന് കണ്ടെത്താനാകും. പല വിദഗ്ധരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഏതു തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇത്തരം രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ളത്? ആഹാരത്തിലും വ്യായാമക്രമത്തിലുമൊക്കെ എന്തെല്ലാം തരത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു? ജീവിതശൈലി രോഗങ്ങൾ എന്താണ്? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം VPS ലേക്ക് ഷോറിലെ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ പി ശോഭ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ എന്ത് അസുഖത്തിനെ കുറിച്ച് ചോദിച്ചാലും നമ്മൾ ചെന്നെത്തുന്നത് ജീവിതശൈലി രോഗങ്ങളിലേക്കാണ്. എന്ത് തരം മാറ്റങ്ങളാണ്, നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നത്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്, നമ്മളുടെ ഭക്ഷണ രീതികൾ വളരെയധികം മാറിയിട്ടുണ്ട്. ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ മുമ്പൊക്കെ വളരെ ഹോൾ ഗ്രെയിൻ ഫുഡൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്, പ്രിഫർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഹോൾ ഗ്രെയിൻ ആട്ട അങ്ങനെയൊക്കെ. ബട്ട് ഇപ്പോൾ കൂടുതലും മൈദ റിലേറ്റഡ് ഐറ്റംസാണ് നമ്മൾ പ്രിഫർ ചെയ്യുക, ലൈക്ക് പറോട്ട ഓർ മേ ബി പഫ്സ് അങ്ങനെയൊക്കെ. സോ അങ്ങനെ കുറച്ച് ഈറ്റിംഗ് ഹാബിറ്റ്സിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. പ്ലസ് നമ്മുടെ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല. നമ്മുടെ ലൈഫ് ഈസ് മോർ ഓർ ലെസ് എ സെഡൻറ്ററി ലൈഫ്. ലൈക്ക് നമ്മളിപ്പോൾ എല്ലാം നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ സീറ്റിൽ നിന്ന് തന്നെ എണീക്കേണ്ട ആവശ്യമില്ല. എനി ഇൻഫോർമേഷൻ ഇപ്പോൾ ഒരു ഓഫീസിൽ തന്നെയാണെങ്കിലും നമ്മൾ ഫുൾ ടൈം ഓൾമോസ്റ്റ് 9 to 5, ഞാൻ ഈവൻ ഇൻക്ലൂഡിങ് മീ, ഞാൻ തന്നെ ഇരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ്. നമുക്ക് ഒരു സ്റ്റെയർ കേസ് ചവിട്ടേണ്ട ആവശ്യം വരുന്നില്ല, ബിക്കോസ് ലിഫ്റ്റ്സ് ആർ അവൈലബിൾ. ഇനി എന്തെങ്കിലും നമുക്കൊരു ഫയൽസ് എവിടെയെങ്കിലും വാങ്ങണമെങ്കിൽ നമുക്ക് വേറെ ഹെൽപ്പ് ഉണ്ട്. അപ്പോൾ മോറലെസ് ഇറ്റ് ഈസ് വെരി സെഡൻറ്ററി. നമ്മൾ പിന്നെ റെഗുലർ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതും ഇല്ല. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫ്, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡെഡ് ലൈൻ ഉണ്ട്. അതെ അല്ലേ? നമ്മൾ ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ടാർഗറ്റ് കാണും, ഈ ടാർഗറ്റ് നമ്മൾ റീച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വി ആർ ഓൾ പ്രഷറൈസ്ഡ്. ബട്ട് ഇത് എങ്ങനെ ഈ പ്രഷേഴ്സിനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ള ഒരു ആ ടെക്നീക്സോ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നതുമില്ല. ഫോർത്ത് റീസൺ വിൽ ബി ലൈക്ക് സംതിങ് സബ്സ്റ്റൻസ് അബ്യൂസ്, സെൽഫ് ഡിസ്ട്രക്റ്റീവ് നമ്മൾ ഓരോ ഹാബിറ്റ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ലൈക്ക് സ്മോക്കിംഗ്, ടൊബാക്കോ യൂസ്, സ്നഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ച്യൂവബിൾ ടൊബാക്കോ ഫോംസ് ആയിരിക്കാം, ആൽക്കഹോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ സോഷ്യലി അക്സെപ്റ്റഡ് തിങ്, ബട്ട് സ്റ്റിൽ അതും കൂടി നമ്മളെ ഒരു ജീവിതശൈലിയെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ, ഇപ്പോൾ ആഹാരത്തിൻ്റെ അതായത് ഭക്ഷണത്തിലെ സ്വഭാവങ്ങൾ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പണ്ട് കഴിച്ചിരുന്ന പോലത്തെ ഭക്ഷണമല്ല ഇപ്പോൾ കഴിക്കുന്നത്. മറ്റൊന്ന് സമയക്രമങ്ങൾ, അതും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. അത് ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ? ആ സമയക്രമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടല്ല നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അവൈലബിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ കഴിക്കുന്നു, അത്ര തന്നെ. അതിനൊരു ടൈം എപ്പോഴാണ് കഴിക്കണമെന്നോ എങ്ങനെ കഴിക്കണമെന്നോ ഒന്നും നമ്മൾ ഒരു റൂൾസ് ആൻഡ് ഒരു ഇത് ഹാബിറ്റ്സ്, പ്രോപ്പർ ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് വൺ റീസൺ ഓൾസോ. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, എനിക്ക് 20-30 വർഷമായിട്ട് ഷുഗർ ഉണ്ട്. യെസ് സർ. പിന്നെ ഞാൻ ഇപ്പൊ ഇൻസുലിൻ ആണ് എടുക്കുന്നത്. രാവിലെ എക്സസൈസ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. കാലിന് മുട്ടിന് വേദന ആയതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആഹാരക്രമമൊക്കെ സാധാരണ രീതിയിലുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നത്. അപ്പൊ ഷുഗർ അങ്ങോട്ട് കുറയുന്നില്ല. സാർ, അപ്പം ആഹാര രീതി എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് 3 മെയിൻ മീൽസ് ആണോ കഴിക്കുക, അതോ കുറച്ച് ഇടവിട്ടാണോ കഴിക്കുക? ഞാൻ രാവിലെ 2-3 ചപ്പാത്തി കഴിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ കഴിക്കുന്നത്. ഓക്കെ. ആക്ച്വലി നമ്മൾ അഡ്വൈസ് ചെയ്യുക 3 മെയിൻ ആഹാരങ്ങൾ കഴിക്കാം. ഓക്കെ. അത് കൂടാണ്ട് ഒരു 3 സ്നാക്സ്, ലൈക്ക് സപ്പോസ് നമ്മൾ 8 മണിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, 1 o'clock നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്, ഈവനിങ് 8 o'clock നമ്മൾ ഡിന്നർ കഴിക്കണം. അത് കൂടാണ്ട് ഒരു 10 മണിക്ക് ഇടവേളയ്ക്ക് എന്തെങ്കിലും ഒരു ലൈറ്റ് സ്നാക്സ്, ലൈക്ക് ഡയബറ്റിക് ആയതുകൊണ്ട് എന്തെങ്കിലും 2 മെറി ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും വലിയ സ്വീറ്റ് അല്ലാത്ത ബിസ്ക്കറ്റ്സ് കഴിക്കാം. സിമിലർലി ഫോർ 4 o'clock ഓൾസോ ഈവനിങ്. പ്ലസ് നമുക്ക് ഒരു ഫ്രൂട്ട് നമുക്ക് അലൗഡ് ആണ്. ആസ് എ ഡയബറ്റിക് പേഷ്യൻറ്റ് ഒരു ഫ്രൂട്ട് നമുക്ക് കഴിക്കാം. എസ്പെഷ്യലി വലിയ മധുരമില്ലാത്ത റോബസ്റ്റ, ബനാന അങ്ങനെയൊക്കെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫ്രൂട്ട് ഏതെങ്കിലും ഒരു നേരം 6 o'clock അങ്ങനെ കഴിക്കാം. അപ്പോൾ നമ്മൾ ഈ ത്രൂ ആൻഡ് ത്രൂ നമ്മൾ ഫുഡ് നമ്മൾ ബോഡിക്ക് സപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ബോഡിയിൽ നമുക്കൊരു എപ്പോഴും വിശക്കുന്ന ഒരു ഫീലിങ്ങും അല്ലെങ്കിൽ എപ്പോഴും ഒരു ടയർഡ്നെസ് അത് ഫീൽ ചെയ്യില്ല. ബിക്കോസ് ഇൻസുലിനും കൂടി കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പം ഗ്ലൂക്കോസിൻ്റെ ബ്ലഡ് ഷുഗറിൻ്റെ വേരിയേഷൻസ് പെട്ടെന്ന് ഉണ്ടാകാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ സാർ ചെയ്യേണ്ട കാര്യം സാർ ഇങ്ങനെ ചെയ്യുക, ഒരു 3 മെയിൻ മീൽസ് എടുക്കുക, ഇൻ്റർമീഡിയറ്റ്ലി 3 സ്നാക്സ് എടുക്കുക. ഓക്കെ. നന്നായിട്ട് വെള്ളം കുടിക്കണം. പ്ലസ് എക്സസൈസ് എന്ന് മീൻസ് യു ഹാവ് ടു ഡു സംതിങ് ലൈക്ക് ബ്രിസ്ക് വാക്കിംഗ് ആണ് ഒരു ഏജ് ഗ്രൂപ്പിനെ നമ്മൾ അഡ്വൈസ് ചെയ്യുക. ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ബ്രിസ്ക് ആയിട്ട് വാക്കിംഗ്.
അല്ലാണ്ട് വലിയൊരു നമ്മൾ എറോബിക്സ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു 30 to 40 minutes ഡെയിലി യു ഹാവ് ടു പ്രാക്ടീസ്. ദാറ്റ് ഈസ് എൻ്റെ ഒരു അഡ്വൈസ് അത് തന്നെയായിരിക്കും. അത് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഷുഗർ ലെവൽസ് വളരെയധികം കൺട്രോൾഡ് ആവും. അമിതവണ്ണവും ജീവിതശൈലി രോഗങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, അമിതവണ്ണം എന്ന് ഉദ്ദേശിക്കുന്ന ഒബേസിറ്റി. നമ്മൾ ഒബേസിറ്റി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ള ഒരു ടേം വെച്ചിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുക. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഒബേസിറ്റി ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഫുഡ് ഇൻടേക്ക് ഉണ്ട്, ബട്ട് ഔട്ട്പുട്ട് വളരെ കുറവാണ്. ഫുഡ് ഇൻടേക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന കാലറീസ്. അപ്പോൾ കാലറീസ് നമുക്ക് ഒരു ആസ് എ ഒരു നോർമൽ പേഴ്സൺ, സെഡൻറ്ററി പേഴ്സൺ ഒരാൾക്ക് വേണം സപ്പോസ് 1800 കാലറീസ്, കിലോ കാലറീസ് പെർ ഡേ. പക്ഷേ ഇയാൾ എടുക്കുന്ന കാലറീസ് 3000 കാലറീസ് പെർ ഡേ ആണെങ്കിൽ അയാൾ മെറ്റബോളൈസ് ചെയ്യുന്നുമില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ എക്സ്ട്രാ റിക്വയർമെൻറ്റിൻ്റെ എബവ് ദി ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ എക്സ്ട്രാ കാലറീസ് അയാളുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ആവും. നമുക്ക് എല്ലാവർക്കും ഫാറ്റ് സെൽസ് ഉണ്ട്. ഈ ഫാറ്റ് സെൽസിലേക്ക് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് അത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒബേസിറ്റി സ്ലോലി ആൻഡ് സ്റ്റഡിലി ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ നമ്മൾ അത് ഒബേസിറ്റി എന്ന് പറയുന്നത് BMI, ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ആൻഡ് വെയ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്പോസ് ഒരാളുണ്ട് സേ 160 സെൻറ്റിമീറ്റേഴ്സ്. ഈ 160 സെൻറ്റിമീറ്റേഴ്സ് ആൾക്ക് വേണ്ടത് ഒരു 60 kilograms ഓഫ് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു റേഷ്യോ എടുക്കണം. റേഷ്യോ ഇസ് ബേസിക്കലി വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ. ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. സോ വെയിറ്റ് ഈസ് സപ്പോസ് 60 ഡിവൈഡഡ് ബൈ ഹൈറ്റ് 1.6 സ്ക്വയർ. 160 സെൻറ്റിമീറ്റേഴ്സ് ആണല്ലോ ഹൈറ്റ് പറഞ്ഞത്. അപ്പോൾ അത് ദാറ്റ് ഗിവ്സ് എ വാല്യൂ ലൈക്ക് സേ 24 kg per meter square അല്ലെങ്കിൽ 27 kg per meter square, അങ്ങനെ ഒരു വാല്യൂ. നമ്മളെ റേഞ്ച് ഇസ് 18.5 up to 25 kg per meter square ആണ് നോർമൽ റേഞ്ച്. സോ എനിത്തിങ് ബിയോണ്ട് ദാറ്റ് നമ്മൾ ഓരോ കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ട്. ഓവർ വെയിറ്റ്, ഒബേസിറ്റി കാറ്റഗറി 1 അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. അപ്പം ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് ദിസ് വാല്യൂ ബിലോ 25 ആൻഡ് ഇഫ് പ്രിഫറബിളി വിതിൻ 23.5 kg per meter square. So that is very good. അപ്പോൾ ഒബേസിറ്റി കാരണമാണ് നമുക്ക് മാക്സിമം റിസ്ക് ഫാക്ടർ. ഇറ്റ് ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ മെനി ഓഫ് ദി തിങ്സ് ഡിസീസസ് ലൈക്ക് നമുക്ക് ഹൈ BP, ബ്ലഡ് ഷുഗർ. കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം തുടരാം. ഹലോ. ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്. ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, ഞാൻ ഒരു ഗുളിക ഉപയോഗിക്കണ്ടേ കുറച്ച് മാസങ്ങളായിട്ടേ. പറഞ്ഞോളൂ. ലോണസെപ്പ് MD 0.5. ഓക്കെ, ഉറക്കക്കുറവ് വന്നോണ്ട് ഡോക്ടർ എഴുതിട്ടാണ്. അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഉറക്കമില്ലായ്മയ്ക്കാണല്ലോ, ഇതൊരു ഡിഫറെൻ്റ് ഒരു ആസ്പെക്റ്റ് ആണ്. ഉറക്കമില്ലായ്മ നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു സ്ലീപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനാണ് പറയുന്നത് സ്ലീപ്പ് ഹൈജീൻ. അപ്പം നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ കിട്ടുന്ന റെസ്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിന് ഏറ്റവും കൂടുതൽ ഓഫ് കോഴ്സ് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ മേ ബി മെഡിസിൻസ് എടുക്കേണ്ടി വരികയായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ തൊട്ട് പല മെഡിസിൻസിനും പല വിധത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്, എസ്പെഷ്യലി ഓവർ ലോങ് ടേം യൂസ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം കുറച്ച് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫൈ ചെയ്യാം. സ്ലീപ്പിൻ്റെ ആ ഒരു ടൈമിൻ്റെ എന്താ പറയുക, റെഗുലറായിട്ടുള്ള ടൈം മെയിൻറ്റെയിൻ ചെയ്യുക. പ്ലസ് നമ്മൾ നൈറ്റ് ഒരു 7 o'clock കഴിഞ്ഞ് കൂടുതൽ ഫ്ലൂയിഡ്സ് കുടിക്കാണ്ടിരിക്കുക, ലൈക്ക് ടീ, കോഫി. പിന്നെ നൈറ്റ് ആണെങ്കിലും ഒരു TV ഒക്കെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള മൂവീസോ ഒക്കെ കാണാണ്ട് കുറച്ച് പീസ്ഫുൾ ആയിട്ട് ഒരു സ്ലോ മ്യൂസിക് ഒക്കെ കേൾക്കുക. ഇപ്പം നമുക്കിപ്പോൾ ലൈറ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് റൂംസിൽ നമുക്ക് ഉറങ്ങാൻ ശീലിക്കാം. അതിലാണെങ്കിൽ കുറച്ച് ചെറിയ ലൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ 0 bulb ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ ചെറിയ ചെറിയ ചേഞ്ചസ്, മോഡിഫിക്കേഷൻസ് നമ്മൾ ഇത് സ്ലീപ്പിൽ ഹൈജീനിൽ വരുത്തുമ്പോൾ തന്നെ നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ദാറ്റ് വിൽ ഗിവ് us a more restful sleep and better feeling in the morning. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഈ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഉറക്കത്തിൻ്റെ സമയം. ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലരും രാത്രി ഉണർന്നിരിക്കുകയും പകൽ ഉറങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നു? ഒന്ന്, നമ്മളുടെ സ്ലീപ്പ് എൻ്റെ ക്വാളിറ്റി മോശമാകും. ബിക്കോസ് നമ്മളൊരു റെഗുലർ ടൈം വച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടോട്ടൽ എമൗണ്ട് ഓഫ് ടൈം നമ്മൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമുക്ക് ഒരു അഡൾട്ടിന് ഒരു 4 to 6 hours സ്ലീപ്പെങ്കിലും, നല്ല ഗുഡ് ക്വാളിറ്റി സ്ലീപ്പെങ്കിലും നമുക്ക് വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗ് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. ഇത് കൂടാണ്ട് പല സ്റ്റഡീസും കാണിക്കുന്നത് ഉറക്കക്കുറവ് ഇൻസോംനിയയ്ക്ക് ഹൈ BP, ഹൈപ്പർ ടെൻഷൻ്റെ കൂടെ ഒക്കെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഉറക്കം ശരിയായില്ലെന്നുണ്ടെങ്കിൽ വേറെ പല അസുഖങ്ങളും വരാനുള്ള സാധ്യതയും ഉണ്ടാകും. പ്ലസ് നമ്മുടെ വർക്ക് ഔട്ട്പുട്ട്,
മോശമാകും. നമ്മൾ ഡേ ടൈമിൽ നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മുടെ ആ സമയത്തുള്ള വർക്ക് ഔട്ട്പുട്ടും അതും അഫക്റ്റഡ് ആയിരിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ പ്രമേഹ രോഗികളോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പണ്ട് കാലത്തും പ്രമേഹ രോഗമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വൈദ്യശാസ്ത്രമൊക്കെ പുരോഗമിച്ചതുകൊണ്ടാണ് ഇത് കൂടുതൽ അറിയുന്നത്, അല്ലാതെ ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടൊന്നുമല്ല. പ്രമേഹം ഈ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആദ്യം പറഞ്ഞ കൂട്ടിന് നമ്മളുടെ ആ ഒരു ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ് അതിന് ഒരു മെയിൻ റീസൺ എന്ന് തോന്നുന്നു. പ്ലസ് ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഓഫ് കോഴ്സ് അതിനൊരു ജനറ്റിക് കോമ്പണൻറ്റും ഉണ്ട്. ലൈക്ക് നമ്മുടെ ഫാമിലിയൽ കോമ്പണൻറ്റും ഉണ്ട്. ഒരു ഫാമിലിയിൽ നമുക്ക് പേരൻസിന് ഷുഗർ ഉണ്ടെങ്കിൽ നമുക്കും ഷുഗർ കിട്ടാനുള്ള ടെൻഡൻസി, ഡയബറ്റീസ് കിട്ടാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ബട്ട് അത് കൂടാണ്ട് തന്നെ നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ആ ഒരു ഫുഡ് ഹാബിറ്റ്സ്, ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൺ മെയിൻ റീസൺ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കൂട്ട് ഔട്ട്പുട്ട് ഇല്ല, എക്സസൈസ് വൈസ് ഇല്ല. അപ്പം ബോഡിയിൽ ആ ഒരു ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിനെയാണ് അത് ബാധിക്കുന്നത്. കൂടുതൽ ഗ്ലൂക്കോസ് ലോഡ് കൊടുക്കുകയാണ് ബോഡിക്ക്. അപ്പോൾ നമ്മുടെ ആ ഇൻസുലിൻ ഉണ്ടാകുന്ന ഓർഗനിസ് പാൻക്രിയാസ്. ആ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആഫ്റ്റർ സം ടൈം അത് ഡിപ്ലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പം പ്രമേഹം തീർച്ചയായിട്ടും പാരമ്പര്യമായിട്ടുള്ള ഒരു ഘടകം. അത് കൂടാതെ നമുക്ക് മാക്സിമം ടൈം നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാം. ഇത് നമുക്കൊരു അസുഖമായി കിട്ടുന്നത് നമുക്ക് ഈ നമ്മുടെ ചെറിയ ജീവിതചര്യയിലുള്ള ചേഞ്ചസിൽ നിന്ന് നമുക്കത് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെ ആഹാര രീതിയും നമ്മുടെ റെഗുലർ ഫിസിക്കൽ എക്സസൈസും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, മറ്റൊന്ന് ഉയർന്ന രക്തസമ്മർദ്ദമാണ്, വളരെ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അസുഖം. അത് എങ്ങനെയാണ് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? എഗെയിൻ സ്ട്രെസ്. കാരണം നമ്മൾ പറയുന്നുണ്ട് ഈ ലൈഫിൽ ആ ഒരു പ്രഷേഴ്സ് നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ സിമ്പത്തറ്റിക് ആക്ഷൻ കൂടുതലാണ്. അപ്പോൾ ഈ അഡ്രിനാലിനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന്. പ്ലസ് നമ്മുടെ ഫുഡിലുള്ള സോൾട്ടിൻ്റെ ക്വാണ്ടിറ്റി. ചില ട്രൈബ്സ് ഉണ്ട്, അവർ സോൾട്ട് ഒട്ടും തന്നെ ഉപയോഗിക്കാത്ത ചില ആളുകളുണ്ട്. അവർക്ക് ഒരു ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഒരു അസുഖം ഇല്ല ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആളുകളിൽ. പക്ഷെ നമ്മളുടെ സോൾട്ടിൻ്റെ ക്വാണ്ടിറ്റിയുടെ യൂസ് ഇസ് എക്സോർബിറ്റൻ്റ്ലി ഹൈ. ലൈക്ക് നമ്മൾ പല ഓൾറെഡി ഫുഡ് പ്രൊഡക്ട്സിലൊക്കെ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കറീസിലൊക്കെ ഉണ്ട്. പ്ലസ് നമ്മുടെ അച്ചാർ, പപ്പഡ്സ് ആർ ഓൾ അവർ ഫേവറേറ്റ് തിങ്സ്. പ്ലസ് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കഴിക്കണം, അതിലൊക്കെ വളരെയധികം അവർ സോൾട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ അറിയണ പോലുമില്ല. നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഹോം കുക്ക്ഡ് ഫുഡ് ആണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വി കൻ കൺട്രോൾ നമ്മൾ എത്ര കഴിക്കണം എന്നുള്ളത്. ബട്ട് അതും നമുക്ക് വെളിയിൽ നിന്നുള്ള ആഹാരം കഴിക്കും, ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ അതും നമുക്ക് പറ്റില്ല. അപ്പോൾ ആ ഒരു പിന്നെ എക്സസൈസ് ഇല്ല. ഈ നമ്മുടെ ബോഡിക്ക് ആ ഒരു ഐഡിയൽ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും BP ബാധിക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടർ, എനിക്ക് എന്റെ നാസറാണ്. പേരെന്താ? കൊളസ്ട്രോൾ നാസർ. കൊളസ്ട്രോൾ എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കണം. അപ്പൊ അത് എന്താ കാരണം? ഞാൻ ബീഫൊക്കെ കഴിക്കല് വളരെ കുറവാണ്, എന്നാലും കഴിക്കാറുണ്ട്. എന്നാലും അത് എപ്പോഴും ഒരു 250 നമ്മൾ കുറയും. പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിയുമ്പോൾ പിന്നെയും പരിശോധിക്കുമ്പോൾ 240-250 ലെവലിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ പറയാം. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സാധനം തന്നെയാണ് കൊളസ്ട്രോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു നെർവ് സെൽസ് ഉണ്ട്, അതിൻ്റെ കവറിംഗ് ആയിട്ട് സെൽ മെംബ്രെയിൻസ്, ഇതിലൊക്കെ കൊളസ്ട്രോളിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ബോഡി തന്നെ അത് സിന്തസൈസ് ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബീഫ് നമ്മൾ വിചാരിക്കും ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ഘീ അല്ലെങ്കിൽ ഓയിൽ കഴിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുള്ളൂ എന്ന്. പക്ഷേ അതൊക്കെ നമ്മൾ കാണുന്നത് വിസിബിൾ ഫാറ്റ് എന്നുള്ള രൂപത്തിലാണ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഓയിൽ ഉണ്ട്, ദാറ്റ് ഈസ് നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് വിസിബിൾ മോർ ഓർ ലെസ്. ബട്ട് സിറിയൽസ്, സപ്പോസ് റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, അപ്പോൾ ഈ സിറിയൽസിലും കൂടെ ഇൻവിസിബിൾ ഫാറ്റ് ഉണ്ട്, ഒരു 3-4% ഇൻവിസിബിൾ ഫാറ്റ്. അപ്പോൾ സിറിയൽസിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കൊളസ്ട്രോൾ നമ്മുടെ ബോഡി എക്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ വൺ ഇമ്പോർട്ടൻറ്റ് റീസൺ. നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ കാര്യങ്ങൾ കഴിക്കുന്നില്ലല്ലോ, ബട്ട് സ്റ്റിൽ എൻ്റെ ബോഡിയിൽ എന്താ കൊളസ്ട്രോൾ കൂടുതലായിട്ട് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് വൺ മെയിൻ റീസൺ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. മഹമ്മൂദ്. ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോ SGPT 80 കണ്ടു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിന്റെ ചികിത്സ എന്താണ്? നമ്മുടെ ലിവർ എൻസൈംസ് കൂടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പലരിലും കാണുന്ന ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലമാണ്. അതും എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ആൽക്കഹോൾ,
അതാണ് വൺ ഓഫ് ദി മെയിൻ റീസൺസ് നമ്മുടെ നാട്ടിൽ ലിവർ എൻസൈംസ് കൂടാനുള്ള മെയിൻ കാരണം. പ്ലസ് ഇപ്പോൾ ഡ്രഗ് അബ്യൂസ്, ചിലർ നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് ഓവർ ദി കൗണ്ടർ ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും, വിച്ച് ക്യാൻ ഡാമേജ് ദി ലിവർ സെൽസ്. ഈ ലിവർ സെൽസ് ഡാമേജ് ആകുമ്പോഴാണ് ഈ എൻസൈംസ് ലീക്കായിട്ട് നമ്മുടെ രക്തത്തിലേക്ക് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ആൽക്കഹോൾ യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഓവർ ഡ്രഗ്സിൻ്റെ അബ്യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് റെഗുലറായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യാം, ഈ വാല്യൂസ് കുറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ വ്യായാമമില്ലായ്മ പലരുടെ ഒരു പ്രശ്നം. 2 കാരണങ്ങളാണ്. ചിലർ പറയും ഞാൻ ആവശ്യത്തിന് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ചൊരു വ്യായാമത്തിന്റെ ആവശ്യമില്ലെന്ന്. മറ്റൊന്ന് സമയക്കുറവ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഈവൻ ദോ നമ്മൾ പറയും നമ്മുടെ ഡെയിലി വർക്കിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ കാലറി റിക്വയർമെൻറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഹൗസ് വർക്ക് ചെയ്യാണ്, ഇപ്പോൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ പോലും കാലറിയുടെ എക്സ്പെൻഡിച്ചർ ഈസ് ഓൺലി അബൌട്ട് സേ 30 കിലോ കാലറീസ് 40 കിലോ കാലറീസ് അത്രേ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഹൗസ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഔട്ട്പുട്ട്, കാലറിയുടെ ഔട്ട്പുട്ട് അപ്പോഴും വളരെ മിനിമമാണ്. നമുക്ക് തോന്നും നമ്മൾ കുറേ വർക്ക് ചെയ്തു എന്ന്, പക്ഷേ അത് ആ റിക്വയർഡ് എമൗണ്ട് ആ എക്സ്പെൻഡിച്ചർ അപ്പോഴും ആയിട്ടില്ല. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണം. ദാറ്റ് ഈസ് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു 30 to 40 minutes ഡെയിലി വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി എക്സസൈസ്. അപ്പോൾ ആ ഒരു ടൈം എക്സസൈസ് വുഡ് ബി, ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ജോഗിങ് ചെയ്യാം, അല്ലെങ്കിൽ ഈവൻ എറോബിക്സ്, വീട്ടിലിരുന്നുള്ള എറോബിക്സ് ചെയ്യാം, അല്ലെങ്കിൽ റോട്ടിൽ പോയിട്ട് ജോഗിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാം. ബട്ട് എൽഡർലി ഏജ് ഗ്രൂപ്പിന് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ്, അറ്റ്ലീസ്റ്റ് വാക്കിംഗ് ഓർ ബ്രിസ്ക് വാക്കിംഗ്, ഒരു മോഡറേറ്റ് എക്സസൈസ് ആണ് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. മോഡറേറ്റ് എക്സസൈസ് വുഡ് ബി നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യും, ബട്ട് നമുക്കത് ഒരുവിധം നമുക്ക് ഒരു 4 to 5 kilometers വെച്ചിട്ട് നമുക്ക് ഡെയിലി ജോഗ് ചെയ്യുകയോ നടക്കുകയോ ചെയ്യാനും പറ്റും. സോ ഇറ്റ് ഈസ് ലൈക്ക് നമുക്കൊരു സ്ട്രെയിൻ തോന്നില്ല അത് ചെയ്യുമ്പോൾ. അപ്പോൾ ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ് ഡെയിലി 30 to 40 minutes per day വാക്കിങ്ങോ ജോഗിങ്ങോ അല്ലെങ്കിൽ എനി അതർ ഫോം ഓഫ് എക്സസൈസ്. മറ്റൊന്ന് ഡോക്ടർ, മാനസിക സമ്മർദ്ദമാണ് പല ജീവിതശൈലി രോഗങ്ങളുടെയും ഒരു കാരണമായിട്ട് പറയുന്നത്. പ്രധാനമില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലപ്പോഴും മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ അവഗണിക്കുന്നുണ്ട്. അപ്പോൾ എന്തു ചെയ്യണം? അപ്പോൾ നമ്മൾ മെൻ്റൽ സ്ട്രെസ്, മെൻ്റൽ ഡയമെൻഷൻ ഉണ്ട്, നമുക്കൊരു ഇമോഷണൽ ഡയമെൻഷൻ ഉണ്ട് ഹെൽത്തിൻ്റെ. അപ്പോൾ അവിടെ അതിലെന്താണെന്ന് വെച്ചാൽ സംഭവിക്കുന്നത്, നമ്മൾ ചില ടെക്നീക്സ് ഉണ്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും മൈൻഡിനെ ക്വയറ്റ് ആക്കാനുള്ള പല മാർഗ്ഗങ്ങളും അവൈലബിൾ ആണ്. വൺ ഓഫ് ദം ഈസ് മെഡിറ്റേഷൻ. Meditation is a very good way to control our thoughts. നമുക്ക് ഒരു പോസിറ്റീവ് തോട്ട്സ് എൻ്റർടൈൻ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മെഡിറ്റേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രീത്തിങ്ങിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ആ ബ്രീത്തിങ്ങിൻ്റെ ആ ഒരു പാറ്റേണിൽ കൂടെ തന്നെ നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ മെഡിറ്റേഷൻ്റെ ടെക്നീക്ക് ഹെൽപ്പ് ചെയ്യുക. പ്ലസ് നമ്മുടെ ചില മെഡിറ്റേഷൻസ്, നമ്മുടെ ഫോംസ് ഓഫ് മെഡിറ്റേഷൻ നമ്മുടെ ഗ്ലാൻസിനെ, നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ സ്ട്രോങ് ആക്കുന്നുണ്ടെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോർമോണൽ ലെവൽസ് ഒക്കെ കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ബോഡിയിൽ. അപ്പോൾ ഇതെല്ലാം കൂടി നടക്കുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ തോട്ട്സ് ഒക്കെ ക്വയറ്റൻ ആവും, നമ്മുടെ മൈൻഡിൻ്റെ ആ ഒരു സ്ട്രെസ്ഫുൾ ഫോം ഒന്ന് കുറയും, നമ്മുടെ BP ഒക്കെ നോർമൽ ആകും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാവരും തന്നെ ഒരു 10 to 15 minutes ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. പ്ലസ് യോഗ ഈസ് ഓൾസോ ഗുഡ്. യോഗ ഈ പറഞ്ഞുകൊണ്ട് എക്സസൈസിൻ്റെ ഭാഗമായിട്ടും വരും. അത് നമ്മുടെ ജോയിൻസിനെ ഫ്ലെക്സിബിൾ ആക്കും, നമ്മുടെ ബോഡിയുടെ ഒരു സപ്പിൾനെസ് കൂട്ടും. സോ ദീസ് തിങ്സ് ക്യാൻ ഇംപ്രൂവ് അവർ മെൻ്റൽ ഡയമെൻഷൻ ഓൾസോ. മെൻ്റൽ ഹെൽത്ത് ഓൾസോ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ദിസ്. നമ്മുടെ കൃത്യമായൊരു ഹെൽത്ത് ചെക്കിൻ്റെ ഒരാവശ്യം, മിക്കവാറും പേര് അസുഖം വന്നാൽ മാത്രമാണ് ഡോക്ടറുടെ അടുത്ത് പോവുക. കൃത്യമായിട്ട് ആരോഗ്യം നമ്മൾ പരിപാലിക്കേണ്ടതിന് ഒരു ഹെൽത്ത് ചെക്കിൻ്റെ ആവശ്യകത എന്താ? ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. എന്താണ് ഇപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. എന്തെങ്കിലും അസുഖം വന്നാൽ മാത്രമേ നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കുള്ളൂ, അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുള്ളൂ. പക്ഷേ ഈ ജീവിതശൈലി രോഗങ്ങളുടെ എസ്പെഷ്യലി ദിസ് ഇസ് ട്രൂ. നമുക്ക് എക്സിക്യൂട്ടീവ് ചെക്കപ്സോ അല്ലെങ്കിൽ അങ്ങനെ ഹെൽത്ത് ചെക്കപ്സ്, ഹെൽത്ത് പാക്കേജസ് ഉണ്ട് പല ഈവൻ ചെറിയ ഹോസ്പിറ്റൽസ് വരെ ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി ടേക്കപ്പ് ചെയ്യണം. ബിക്കോസ് നമ്മൾ എപ്പോഴാണ് ഈ വക അസുഖങ്ങൾ വരുന്നത് നമുക്കൊരു എക്സാക്ട്ലി ഒരു ഡേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അത് പ്രയറായിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയും നേരത്തെ കണ്ടുപിടിക്കാവുന്നോ അത്രയും നേരത്തെ തന്നെ ഇതിൻ്റെ ഈ വക അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് മാറും. നമ്മുടെ ആ ഒരു ഔട്ട്കമ്മും വളരെ നല്ലതായിരിക്കും. ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്കം കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ചെക്കപ്സ്. പ്ലസ് എസ്പെഷ്യലി ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ നമ്മൾ മാമോഗ്രാംസ് അങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്, പാപ്സ്മിയേഴ്സ്. അതൊന്നും നമ്മൾ റൊട്ടീനായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ പാക്കേജസിൻ്റെ ത്രൂ ആ ടെസ്റ്റുകളും കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കും. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ മാഡം, ഞാൻ ഇവിടെ എറണാകുളത്ത് നിന്ന് സതീഷ് എന്ന് പറഞ്ഞ ആളാണ്. അതെ, എനിക്ക് 20 കൊല്ലമായി ഇത്തിരി ടെൻഷൻ വരാൻ നേരത്ത് BP ഇല്ല 100-170 ലെവലിൽ നിൽക്കണം. പിന്നെ ഒരു 5 ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുറയും. പിന്നെയും വീണ്ടും ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും തന്നെ. അത് എന്താണ്? അത് ആദ്യം തന്നെ സാർ ചെയ്യേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് കൂട്ട് തന്നെ നമ്മുടെ ആ ഒരു മെൻ്റൽ ആ ഒരു ഡയമെൻഷൻ, ഹെൽത്തിൻ്റെ ഡയമെൻഷൻ ഇംപ്രൂവ് ചെയ്യുക. ദാറ്റ് ഈസ് നമ്മൾ നല്ല തോട്ട്സ് എൻ്റർടൈൻ ചെയ്യുക,
മെഡിറ്റേഷൻ ചെയ്യുക, എക്സസൈസ്, ഇതൊക്കെ ബേസിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ബി.പിയുടെ ലെവൽ ഓട്ടോമാറ്റിക്കലി കുറയും. പല സ്റ്റഡീസും പ്രൂവ് ചെയ്യുന്നുണ്ട്. എക്സസൈസ് ചെയ്താൽ ഒരു 4 to 5 millimeter ഓഫ് മെർക്കുറി നമുക്ക് ബി.പി കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ബോഡി വെയിറ്റ് മാനേജ്മെന്റ്, സാറിൻ്റെ കേസിൽ ചിലപ്പോൾ ബോഡി വെയിറ്റ് ചിലപ്പോൾ ഓവർ ദി നോർമൽ റേഞ്ച് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ബോഡി മാസ് ഇൻഡെക്സ് നമ്മൾ നോർമലാക്കുക. അതുപോലെ തന്നെ നമ്മൾ സോൾട്ട് ഇൻടേക്ക് നമ്മൾ കുറച്ചും കൂടെ റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ വക കാര്യം ചേഞ്ചസ് ചെയ്തിട്ടേ മെഡിസിൻസിന് റോളുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തൊന്ന് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കൂ. പ്ലസ് റെഗുലർ ബി.പി ചെക്കപ്സ്, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.